Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഐഫോണിൽ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനാലിറ്റി എങ്ങനെ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾക്കറിയാം ആൻഡ്രോയിഡിൽ വർഷങ്ങളായിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഐഫോൺ യൂസേഴ്സ് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നൊരു ഫീച്ചറും കൂടാണ് ഈ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാലിറ്റി. ആപ്പിൾ ഇത്ര കാലങ്ങളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് പ്രൈവസി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീച്ചർ നമ്മുടെ ഡിവൈസുകളിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഡിവൈസ് നമ്മൾ ജെയിൽ ബ്രേക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ജെയിൽ ബ്രേക്ക് എന്താണ്, അതെങ്ങനെ നമുക്ക് ലാപ്പും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡിവൈസിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പം കമ്പ്യൂട്ടറും ലാപ്പും ഉപയോഗിച്ച് ചെയ്യണം താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണത്തെ ജെയിൽ ബ്രേക്ക് എന്ന് പറയുന്നത് അൺകവർ ജെയിൽ ബ്രേക്കാണ്. അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഡിവൈസുകൾക്കാണ് കോമ്പാക്റ്റിബിലിറ്റി. അത് നമുക്ക് ഐഫോൺ 6s മുതൽ നമുക്ക് ഇവിടെ ഐഫോൺ 12 Pro Max വരെ എല്ലാ ഡിവൈസുകളിലും iOS 14 അപ് ടു iOS 14.3 റൺ ചെയ്യുന്ന ഡിവൈസുകളിൽ നിങ്ങൾക്ക് ജെയിൽ ബ്രേക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് വളരെ സെക്യൂർ ആയിട്ടുള്ള ജെയിൽ ബ്രേക്കാണ്. അതുകൊണ്ട് നമ്മളുടെ സെക്യൂരിറ്റി നഷ്ടപ്പെടും അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈസ് വൾനറബിൾ ആകും എന്നുള്ളൊരു പേടി വേണ്ട. അപ്പം ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ നമുക്ക് കമ്പ്യൂട്ടറും ലാപ്പും ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മളുടെ ഡിവൈസിൽ തന്നെ നമുക്ക് ജെയിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അൺകവറിൻ്റെ പുതിയ ജെയിൽ ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ജെയിൽ ബ്രേക്ക് എങ്ങനെ നമ്മളുടെ കമ്പ്യൂട്ടറും ലാപ്പും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡിവൈസിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് കാണാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ട്വീക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സഫാരി ഓപ്പൺ ചെയ്യുക. സഫാരിയിൽ getseused.app എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഗെറ്റ് യൂസ്ഡ് നൗ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു പോപ്പപ്പ് വരും, അതിൽ അലോ കൊടുക്കുക. അതായത് നമുക്കൊരു പ്രൊഫൈൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആ ഒരു പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്താലുള്ള നമുക്ക് ഈ യൂസ് എന്ന് പറയുന്ന ആപ്പ് കിട്ടത്തുള്ളൂ. അതിന് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോകുമ്പോൾ നമുക്ക് സ്ഥിരം കാണാറുള്ള പോലെ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ പാസ്വേഡ് എനേബിൾ ചെയ്തിട്ടുള്ള ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് വയ്ക്കും. ഞാൻ ഇവിടെ പാസ്വേഡ് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാളാണ് ചോദിച്ചത്. അപ്പം നമുക്കിവിടെ അത് ഇൻസ്റ്റാൾ ആക്കി കഴിയുമ്പം ഇവിടെ യൂസ് ആപ്പ് കാണാം. അത് ആ ഒരു ആപ്പിനകത്താണ് നമുക്ക് അൺകവർ ജെയിൽ ബ്രേക്ക് ഉള്ളത്. പക്ഷേ അതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈയിൽ ഒരു ചേഞ്ച് വരുത്താറുണ്ട്. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ വൈഫൈ ഓപ്ഷൻസിൽ പോവുക. അതിന് ഈ ഒരു ഇപ്പം നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഡിവൈസ് ഏത് വൈഫൈയിലാണോ കണക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ സൈഡിൽ ഒരു ഐ ബട്ടൺ കാണാം. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. അതിൽ കോൺഫിഗർ പ്രോക്സി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഓഫ് ആയിരിക്കും കിടക്കുന്നത്. നിങ്ങളത് സ്വിച്ച് ചെയ്ത് മാനുവൽ ഓട്ടോമാറ്റിക് ആക്കുക. ഓട്ടോമാറ്റിക്കിൽ ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ഈ ഒരു URL ഉണ്ട്. URL നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ വൈഫൈ ഒന്ന് റീകണക്റ്റ് ആവും. അതിനുശേഷം നിങ്ങൾ കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കുക. എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ട് ഒന്ന് എനേബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം എനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ യൂസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ അൺകവർ വേർഷൻ 6.0.1 എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ്റെ ഓപ്ഷൻ വരും. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ആപ്പ് ലോഡാകുന്നത്. അത് ഡൗൺലോഡ് ആകാൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. വൺസ് നമ്മുടെ അൺകവർ ആപ്പ് ഡൗൺലോഡ് ആക്കി കഴിയുമ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അൺട്രസ്റ്റഡ് എൻ്റർപ്രൈസ് ഡെവലപ്പർ എന്ന് കാണിക്കും. അപ്പോൾ നമ്മളത് പരിഹരിക്കാൻ വേണ്ടി സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നമ്മളുടെ ചാനൽസിൽ പോവുക. ഏറ്റവും താഴെ നമുക്ക് പ്രൊഫൈൽസ് ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയി നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് ചെയ്യുമ്പോൾ അത് വെരിഫൈ ആവും, കൺഫേം ആവും. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. വൺസ് നമ്മളിത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾ കാണാം നമുക്ക് ജെയിൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബട്ടണിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജെയിൽ ബ്രേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. ഇതിൽ നിങ്ങൾക്ക് കാണാം മേളിൽ 30 സ്റ്റെപ്സാണ് ഇതിനകത്തുള്ളത്. 30 സ്റ്റെപ്സ് നമ്മൾ ഫിനിഷ് ചെയ്യണം. ആ സമയത്താണ് ഈ ഒരു എക്സ്പ്ലോയിറ്റ് അവർ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലവർക്ക് ഇത് ഒരൊറ്റ ട്രൈ ചെയ്യാൻ ഇത് ജെയിൽ ബ്രേക്ക് കംപ്ലീറ്റ് ആവും, സക്സസ്ഫുൾ ആവും. പക്ഷേ ചിലവർക്ക് ചിലപ്പോൾ 1, 2, 3 തവണ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും ഇത് സക്സസ്ഫുൾ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ജെയിൽ ബ്രേക്ക് ഫെയിലിയർ ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫോണൊന്ന് റീസ്റ്റാർട്ട് ആവും. വേറെ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല, റീസ്റ്റാർട്ട് ആവുന്നുള്ളൂ. റീസ്റ്റാർട്ടായി വീണ്ടും നമുക്ക് ഈ ഒരു അൺകവർ ആപ്പിനകത്ത് കയറി ജെയിൽ ബ്രേക്ക് എന്ന് പറഞ്ഞ ബട്ടണിൽ ടാപ്പ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാനാണ് ജെയിൽ ബ്രേക്ക്. അപ്പോൾ നമുക്കിനി ജെയിൽ ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ജെയിൽ ബ്രേക്ക് ക്ലിക്ക് ചെയ്ത് അപ്പം നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ജെയിൽ ബ്രേക്ക് ഏകദേശം തീരാറായി കഴിയുമ്പം നമുക്ക് ഈ ഒരു പോപ്പപ്പ് വരും. നമ്മളപ്പം നെവർ അലോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജെയിൽ ബ്രേക്ക് നിങ്ങൾ നോക്കി അറിയാം ജെയിൽ ബ്രേക്ക് ഈസ് കംപ്ലീറ്റഡ് എന്ന് തന്നെ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ആവും. അപ്പോൾ വൺസ് നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം
നമ്മളുടെ സിഡി ആപ്പും അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആപ്പും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആപ്പിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സിഡിയാണ് നമ്മൾ ജെയിൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴുള്ള ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി സിഡിയ ഓപ്പൺ ചെയ്യാം. സിഡിയ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിഡിയയുടെ ഹോം പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് സോഴ്സ്, ചേഞ്ചസ്, ഇൻസ്റ്റാൾഡ്, സെർച്ച് എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ സോഴ്സിനകത്ത് ഒരു പുതിയ സോഴ്സ് ആഡ് ചെയ്യണം. അതായത് ഇതിനകത്ത് റീപ്പോ, ഈ സോഴ്സിന് പറയുന്നതാണ് റീപ്പോ. ഈ റീപ്പോ ആഡ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ പറഞ്ഞ ട്വീക്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പം ചില റീപ്പോകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ചിലതൊക്കെ പെയ്ഡ് ആയിട്ടുള്ള ട്വീക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റീപ്പോ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഡിറ്റിൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട റീപ്പോ എന്ന് പറയുന്നത് ഇതാണ്. ഈ റീപ്പോ നിങ്ങൾ ആഡ് ചെയ്യണം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആഡ് സോഴ്സ് കൊടുക്കുക. അപ്പോൾ അത് ലിങ്ക് വെരിഫൈ ചെയ്തിട്ട് അത് ആഡ് ആവും. അപ്പോൾ ഇങ്ങനെ പാക്കേജ് ഇങ്ങനെ സോഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇത് ആഡ് ആവുന്നത്. ഓക്കെ, വൺസ് ഇത് ആഡ് കഴിയുമ്പോൾ നമ്മൾ റിട്ടേൺ ടു സിഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. സെർച്ച് ബാറിൽ പോയിട്ട് നമ്മൾ ഓഡിയോ റെക്കോർഡർ എക്സ് എന്ന് പറയുന്ന സെർച്ച് ചെയ്യുക. നമ്മൾ ഈ രണ്ടാമത് കാണുന്ന റിസൾട്ടാണ്, അതായത് ഓഡിയോ റെക്കോർഡർ 10S എന്ന് പറയുന്ന ആ ഒരു ട്വീക്കാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. അതിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു റീപ്പോയുടെ ഇൻഫർമേഷൻ പേജിലേക്ക് പോകും. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടണിൽ ടാപ്പ് ചെയ്യുക. ഇത് ഏകദേശം 5.1 MB ആണ്. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിയുമ്പം നമുക്കിത് ഡൗൺലോഡ് ആവും. ഈ ഒരു ട്വീക്ക് അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ റീസ്റ്റാർട്ട് സ്പ്രിംഗ് ബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ സ്പ്രിംഗ് ബോർഡ് റീസ്റ്റാർട്ട് ആവുന്നുള്ളൂ, ഫോൺ മൊത്തത്തിൽ റീസ്റ്റാർട്ട് ആവുകയല്ല. അതിനുശേഷം നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോവുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നമ്മൾ ഈ ഒരു റീപ്പോ അല്ലെങ്കിൽ ഈ ഒരു ട്വീക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാം താഴെ ഓഡിയോ റെക്കോർഡർ 10S എന്ന് പറയുന്നത്. അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കും, എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ തന്നെ റെക്കോർഡിംഗ് സിസ്റ്റം, നമുക്ക് തേർഡ് പാർട്ടി ആപ്പ് വരെ നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഫേസ് ടൈമും നമ്മളുടെ ഫോണും. ഈ രണ്ട് ആപ്സാണ് ഇവിടെ കറൻ്റ്ലി സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മാനുവലി ചെയ്യണമെന്നെങ്കിൽ അത് മാനുവലി ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൾ റെക്കോർഡ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിവിടെ എനേബിൾ ചെയ്താൽ മതി. അപ്പം നമ്മൾ കോൾ സ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ അത് റെക്കോർഡ് ആയിക്കോളും. അപ്പോൾ ഞാനത് ഓട്ടോമാറ്റിക് ഇപ്പോൾ എനേബിൾ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്കൊന്ന് വിളിച്ച് നോക്കാം സിം ഇട്ടിട്ട്. ഇപ്പോൾ നമ്മളുടെ ഡിവൈസിൽ സിം ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ജിയോ സിം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഐഫോണിൽ നിന്ന് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കോൾ വരുന്നുണ്ട്. ഇനി നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നമുക്ക് ആ ഒരു കോൾ റെക്കോർഡിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആക്കുന്നത്. അത് ടാപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൾ റെക്കോർഡിങ് എനേബിൾ ആയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആയിക്കുവാണ്. ഇനി നമുക്കത് പോസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ നടുക്കത്തെ ആ ഒരു പോസ് ബട്ടണിൽ ടാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് കോൾ കട്ട് ചെയ്തിട്ട് ഈ കോൾ റെക്കോർഡ് അയക്കുന്ന കോൾ ഒന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാം ഹോം സ്ക്രീനിൽ ഓഡിയോ റെക്കോർഡർ എന്ന് പറഞ്ഞ ആപ്പ് തന്നെ വന്നിട്ടുണ്ട്. ആ ആപ്പിനകത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ റെക്കോർഡിങ്. അപ്പോൾ ഇതിൽ നമുക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ കോള്, ആ കോളിൻ്റെ ഡ്യൂറേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു റെക്കോർഡിങ്ങിൻ്റെ സൈസ് എത്രയാണെന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ടൈമും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു കോൾ വന്നേക്കാൻ റെക്കോർഡ് ചെയ്തേക്കാൻ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു കോൾ റെക്കോർഡിംഗ് ട്വീക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന 100% ഫംഗ്ഷനലാണ്. ഞാൻ പോയി വേറെ ട്രൈ ചെയ്ത് നോക്കി, നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർ പറയുന്നത് കേൾക്കാൻ സാധിക്കും, ഒരു പ്രോബ്ലം ഇല്ലാതെ. അതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്ത് കൺഫേം ചെയ്തതാണ്. പക്ഷേ ഡ്യൂറേഷൻ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, എത്ര മണിക്കൂർ, 1.5 മണിക്കൂർ നമുക്ക് കോൾ കണ്ടിന്യൂ ചെയ്താൽ അത്രയും നമുക്ക് കിട്ടുമോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എനിവേ ഞാൻ ടെസ്റ്റ് ചെയ്ത എല്ലാ കോൾസും കൃത്യമായിട്ട് റെക്കോർഡായിട്ടുണ്ട്. നമുക്ക് രണ്ട് സൈഡിലും ആൾക്കാർ പറയുന്നത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ Milan. Catch you guys next video. Till then, peace.